കൊല്ലം മുമ്പാണ് ക്ഷേത്രം ആരംഭം തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ്റെ വകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ആഞ്ഞിലിയും മരമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആഞ്ഞിലിയായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ കല്ലും ചൂലുമൊക്കെ ഇങ്ങനെ പണ്ടുകാർ വെച്ചിട്ടാണ് തോന്നുന്നു. അന്ന് അറിയത്തില്ലായിരുന്നു. അതൊന്നും അന്ന് നമ്മൾ കാര്യമാക്കിയില്ല. ആ ആഞ്ഞിലിയൊക്കെ മുറിച്ച് കഴിയുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലും ആരെങ്കിലുമൊക്കെ വന്ന് ആത്മഹത്യ ചെയ്യുക, അല്ലെ പുഴ വഴി ശവം വരിക, ഇങ്ങനെ നമുക്ക് വീട്ടിലെപ്പോഴും കഷ്ടകാലമൊക്കെ ആയി. അങ്ങനെ ഇവിടെ എല്ലാവരും കൂടെ കൂടി ഒരു പ്രശ്നം വെച്ചപ്പോഴാണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന്. ദേവി ദൗത്യഭാവത്തിലാണ് ദേവിയെ ശാന്തരൂപമാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ 8 കൊല്ലം വിളക്ക് വെച്ച് ശാന്തരൂപമായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ആദ്യത്തെ ശ്രീകോവിലും അതിനു മുമ്പ് ഒരു ചെറിയ ഈ ഷെഡ് പോലെ ഉണ്ടാക്കി അതിനകത്തായിരുന്നു വിളക്കുമൊക്കെ വെച്ചത്. അത് കഴിഞ്ഞ് പൊങ്കാലയൊക്കെ ചെയ്യാൻ തുടങ്ങി. ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ പൊങ്കാല തുടങ്ങി. അന്ന് ചെറിയ ശ്രീകോവിൽ ഇങ്ങനെ കല്ലുമൊക്കെ പെറുക്കി വെച്ചുണ്ടാക്കി അതിനകത്ത് നടന്നു. പിന്നെ നാട്ടുകാർക്ക് വിട്ടുകൊടുത്ത് കമ്മിറ്റിയായി. കമ്മിറ്റിയിൽ അന്ന് ആദ്യത്തെ കമ്മിറ്റിയിൽ 2-3 കമ്മിറ്റി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉണ്ടായ കമ്മിറ്റിയാണ് ഇന്നിപ്പോൾ ഉള്ള 10-12 വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ഉള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ സെക്രട്ടറിയുടെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടൊക്കെ ഇന്നീ കാണുന്ന പോലെ ചുറ്റമ്പലും ഈ അമ്പലത്തിൻ്റെ എല്ലാ വികസനത്തിനും അവൻ്റെ നീങ്കലുമൊക്കെ ഇന്നീ കാണുന്നതല്ല. ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ രക്ഷാധികാരിയാണ്. ഞാനിവിടെ നിത്യം വിളക്ക് വെക്കുന്ന ആളാണ്. വിളിപ്പുറത്ത് അമ്മയാണ്. എവിടെ എന്ത് കാര്യം പറഞ്ഞാലും ആ അമ്മ സാധിക്കുന്നുണ്ട്. എൻ്റെയൊക്കെ അനുഭവത്തിൽ അങ്ങനെ ഒത്തിരിയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ നാട്ടുകാർക്കായാലും ഇവിടെ വന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാം കാര്യങ്ങൾ, ഒരു കുട്ടി ചോദിക്കുന്നവർക്ക് 2 കുട്ടി കൊടുക്കും. ജോലി കിട്ടാത്തവർ ഇവിടെ ആരുമില്ല. ഇവിടുത്തെ വഴിപാടുകളിൽ ഇവിടെ നമ്മുടെ ഇവിടെ ഉള്ള പിള്ളേരെല്ലാം വിദേശത്താണ്. അവർക്കെല്ലാം ജോലി കിട്ടി. എല്ലാവരുടെയും ഇതിന് തൊട്ടവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. എല്ലാവരും അവരെ വെച്ച് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ അമ്പലത്തിൻ്റെ കാര്യത്തിൽ ഇത് വെള്ളത്തിൽ കിടക്കുന്ന വെള്ളത്തിലുള്ള അമ്പലമാണ്. വെള്ളത്തിൻ്റെ ശക്തി പോലെ അമ്മയുടെയും ശക്തി നിർമ്മലവും ഘോരവുമായിട്ട് വരുന്നതാണ്. അതിനെ ശാന്തരൂപത്തിൽ നമുക്ക് ആവശ്യത്തിന് ആ അമ്മ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന് ഐശ്വര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം.